വിഷ്ണു തലവൂർ ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. വിഷ്ണു, ഒരു വലിയ കുംഭകോണത്തിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. ഇപ്പോൾ 500 ഏക്കർ ഭൂമി തൻ്റെ BPLൻ്റെ വ്യാവസായിക ആവശ്യത്തിനായിട്ട് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം കത്ത് നൽകുകയാണ്. ഇദ്ദേഹത്തിന് ലഭിച്ചത് 175 ഏക്കർ ഭൂമിയാണ്. അങ്ങനെയല്ലേ? ഷമി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. അതായത് BPL ഗ്രൂപ്പ്, രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെട്ട BPL ഗ്രൂപ്പ് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡിനോട് ആവശ്യപ്പെടുന്നത് 500 ഏക്കർ ഭൂമിയാണ്. പക്ഷേ അന്നത്തെ ബോർഡിൻ്റെ ഉന്നതതല യോഗത്തിന് ശേഷം 175 ഏക്കർ ഭൂമി നൽകാനായിട്ടാണ് ഒരു തീരുമാനമുണ്ടായത്. അതിൻ്റെ രേഖകൾ തന്നെയാണ് കൈരളി ന്യൂസ് എന്തായാലും പുറത്തുവിട്ടിരിക്കുന്നത്. അത്തരത്തിൽ 175 ഏക്കർ ഭൂമി രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെട്ട BPL ഗ്രൂപ്പിന് നൽകുന്നത് കേവലം 6,45 ലക്ഷം രൂപയ്ക്ക് മാത്രമാണ്. അതായത് കർഷകരിൽ നിന്നും ഏകദേശം 60 കർഷകരിൽ നിന്നാണ് ഈ ഭൂമിയൊക്കെ തന്നെ സമാഹരിച്ചത്. ഈ കർഷകരിൽ നിന്ന് സമാഹരിച്ച ഭൂമി തുച്ഛമായ വിലയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെട്ട BPL ഗ്രൂപ്പിന് നൽകുകയും ചെയ്തു. പിന്നീടാണ് വലിയ തലത്തിലുള്ള അഴിമതിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമുള്ളത്. ഏകദേശം ഈ ഒരു 175 ഏക്കർ ഭൂമിയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മറച്ചുവെക്കുന്നു. അതായത് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നൽകിയ ഭൂമിയാണ് ഇത്തരത്തിൽ മറച്ചുവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അത് മാരുതി സുസുക്കി കമ്പനി, അതോടൊപ്പം തന്നെ ജിൻഡാൽ അലൂമിനിയം ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള കമ്പനികൾക്കാണ് ഈ ഒരു ഭൂമി മറച്ചുവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതായത് 6 കോടിക്ക് വാങ്ങിയ ഭൂമിയാണ് പിന്നീട് ഏകദേശം 500 കോടിയോളം രൂപകൾക്ക് മറിച്ചു വിറ്റ വലിയൊരു അഴിമതിയിലേക്ക് തന്നെ നയിച്ചത്. എന്തായാലും നിലവിൽ വലിയ പരാതികൾ ഇവർക്കെതിരെ, രാജീവ് ചന്ദ്രശേഖരനെതിരെയൊക്കെ തന്നെ ലോകായുക്തയ്ക്ക് മുന്നിലുണ്ടെങ്കിലും അതിലൊന്നും ഇപ്പോഴും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. ഷമി.